ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാനുള്ള ടോപ്പിക്കാണ് റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി. ഓക്കെ, ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ എന്താ ചരിത്ര രചനയെ പറ്റിയാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. റിനൈസൻസ് ആൻഡ് ഹിസ്റ്റോറിയോഗ്രഫി. ഓക്കെ, നമ്മൾ വേൾഡ് ഹിസ്റ്ററി, നമ്മൾ ഹിസ്റ്ററി മൊത്തം നമ്മൾ പലതായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ത്യയിൽ പഠിക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി അങ്ങനെ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയെ നമ്മൾ പീരീഡിന്റെ ബേസിസിൽ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ള 3 ഹെഡിങ്സ്: ഒന്ന് ഏൻഷ്യൻ പീരീഡ്, രണ്ടാമത്തെ മിഡീവൽ പീരീഡ്, മൂന്നാമത്തത് മോഡേൺ പീരീഡ്. ഏകദേശം നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് ഏജ് മുതൽ ഏകദേശം ഒരു CE 5th സെഞ്ചുറിയുള്ള സമയത്തെയാണ് നമ്മൾ ഏൻഷ്യൻ പീരീഡ് എന്ന് വിളിക്കുന്നത്. വേൾഡിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, CE 5th സെഞ്ചുറി തൊട്ട് CE 15th 15ാം നൂറ്റാണ്ടിലുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള സമയത്തെ നമ്മൾ മോഡേൺ പീരീഡ് എന്ന് വിളിക്കും. ഓക്കെ, അതായത് എന്താ പഠിക്കാൻ എളുപ്പത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു കറക്റ്റ് ഡിവിഷനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ഡിവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വേൾഡ് ഹിസ്റ്ററിയുടെ കാര്യമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലും ഇങ്ങനെയുള്ള ഡിവിഷൻ ഉണ്ട്. പക്ഷേ അവിടെ എന്തിന് വ്യത്യാസമുണ്ട്? വർഷങ്ങൾക്ക് വ്യത്യാസമുണ്ട്. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് വേൾഡ് ഹിസ്റ്ററി. വേൾഡ് ഹിസ്റ്ററിയുടെ ക്ലാസിഫിക്കേഷനെ പറ്റിയാണ്. അതായത് ലേണിംഗ് പർപ്പസിന് ബദൽ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഹിസ്റ്ററിയെ നമ്മൾ അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററി നമ്മൾ പ്രധാനമായിട്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഏൻഷ്യന്റ്, മിഡീവൽ, മോഡേൺ. ഏൻഷ്യന്റ് എന്നറിയപ്പെടുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് തൊട്ട് ഏകദേശം 5th സെഞ്ചുറി CE വരെയുള്ള സമയത്തെയാണ്. 5th സെഞ്ചുറി തൊട്ട് 15th സെഞ്ചുറിയുള്ള സമയത്തെ എന്ത് വിളിക്കും? മിഡീവൽ പീരീഡ് എന്ന് വിളിക്കും. 15th ശേഷമുള്ള പീരീഡിനെ നമ്മൾ മോഡേൺ ഹിസ്റ്റോറിക് പീരീഡ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ദിസ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ബിഗൺ ഡ്യൂറിംഗ് ദ റിനൈസൻസ് പീരീഡ്. ഓക്കെ, റിനൈസൻസിന്റെ സമയത്താണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് വന്നത്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന 2 ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അതായത് ഈ ഒരു ക്ലാസിഫിക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് 2 ഇറ്റാലിയൻ ഹിസ്റ്റോറിയൻസ് ആണ്. അവരുടെ പേരാണ്, ഒന്നാമത്തെ ആള് ഫ്ലാവിയോ ബിയോണ്ടോ. ഓക്കെ, ഒന്നാമത്തെ ആളുടെ പേര് ഫ്ലാവിയോ ബിയോണ്ടോ, രണ്ടാമത്തെ ആളുടെ പേര് എന്താണ്? ലിയോനാർഡോ ബ്രൂണി. ഓക്കെ, അപ്പോൾ 2 പേരാണ് ഈ പറയുന്ന ഹിസ്റ്ററിയിൽ ഡിവിഷൻ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഡിവിഷൻസ് കൊണ്ടുവന്നത്. 2 പേരാണ്. ഒന്നാമത്തെ ആളുടെ പേര് ഫ്ലാവിയോ ബിയോണ്ടോ, രണ്ടാമത്തെ ആളുടെ പേര് ലിയോനാർഡോ ബ്രൂണി. ഓക്കെ, ലിയോനാർഡോ ഡാവിഞ്ചി അല്ല, ലിയോനാർഡോ ബ്രൂണിയാണ്. റിനൈസൻസിന്റെ സമയത്ത് ഹിസ്റ്റോറിയോഗ്രഫിക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിസ്റ്റോറിയോഗ്രഫി മീൻസ് സ്റ്റഡി ആൻഡ് റൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി. ഹിസ്റ്ററിയെ പറ്റിയുള്ള പഠനം അല്ലെങ്കിൽ ഹിസ്റ്ററിയെ കുറിച്ചുള്ള എഴുത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹിസ്റ്ററിയോഗ്രഫി എന്ന് വിളിക്കുന്നത്. മിഡിൽ ഏജസ് വരെ അല്ലെങ്കിൽ ഏകദേശം ഒരു മധ്യകാലഘട്ടം വരെ ജനങ്ങൾ എല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഹിസ്റ്റോറിക്കൽ ഇവന്റ്സിനെ മൊത്തവും കൺട്രോൾ ചെയ്യുന്നത് ദൈവമാണ്. ഓക്കെ, അത് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആരുണ്ടാക്കിയതാണ്? ദൈവം ഉണ്ടാക്കിയതാണ്. ഓക്കെ, നല്ല കാര്യങ്ങളാണെങ്കിൽ ദൈവവും, ചീത്ത കാര്യങ്ങളാണെങ്കിൽ ചെകുത്താനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, എല്ലാ ഇവന്റും ആര്? ഗോഡ് ക്രിയേറ്റ് ചെയ്തതാണ് എന്നൊരു ചിന്തയാണ് മിഡിവൽ പീരീഡ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇൻ ഹിസ്റ്ററി വാസ് സീൻ ആസ് ബീങ് ഡയറക്റ്റഡ് ബൈ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ്. ഓക്കെ, അതുകൂടാതെ എന്താണ്? ഹിസ്റ്ററിയിലുള്ള എല്ലാ ഇവന്റുകളും നടക്കുന്നത് എങ്ങനെയാണ്? സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് അല്ലെങ്കിൽ മനുഷ്യന് മനസ്സിലാവാത്ത മനുഷ്യനേക്കാളും അതീതമായിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ബീങ്സ്. ഓക്കെ, നമ്മള് ഈ കോമിക്സും മറ്റൊക്കെ വായിക്കുമ്പോഴത്തേക്ക് കാണുമല്ലോ, മെറ്റാ ഹ്യൂമൻസിനെ പോലെ, അല്ലെങ്കിൽ എന്താ സൂപ്പർമാൻ, എന്താ വണ്ടർ വുമൻ, നമ്മുടെ ഫ്ലാഷ്, തോർ. ഓക്കെ, അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ പോലെ വളരെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉള്ള കുറെ ബീങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവരാണ് ഹിസ്റ്ററി കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് മിഡിൽ ഏജസ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഈ ഐഡിയാസിന് അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് അല്ലെങ്കിൽ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഗോഡാണ്, ആ ഒരു ഐഡിയാസിനൊക്കെ മാറ്റം ഉണ്ടായി അല്ലെങ്കിൽ അതിന് ആ പറയുന്ന ഐഡിയാസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നശിച്ചു പോയ ഒരു കാലഘട്ടമാണ് റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന റിനൈസൻസ് പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ജനങ്ങൾ എല്ലാ കാര്യങ്ങളെയും കുറച്ചുകൂടെ സെക്യുലർ ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് ദൈവത്തിനകത്ത് ഇതൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അല്ലെങ്കിൽ ദൈവികതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മനുഷ്യത്വത്തിനും അല്ലെങ്കിൽ കാരുണ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മനുഷ്യൻ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങി. അതായത് എന്താണ്? സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ഉണ്ട്. അത് എവിടെയാ ഉള്ളത്? മനുഷ്യന്റെ ഉള്ളിലാണ് ഉള്ളത്. ഓക്കെ, അവൻ എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ പറ്റും എന്നൊരു ചിന്ത ആരിലേക്ക് വന്നു? മനുഷ്യന്മാരിലേക്ക്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതുവരെ ഉണ്ടായിരുന്ന റിലീജിയസ് തിങ്കിങ്ങിനെ മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹ്യൂമൻ സെന്റേർഡ് തിങ്കിങ് വന്നൊരു സമയമായിരുന്നു എന്താണ് റിനൈസൻസ് പീരീഡ് എന്നറിയപ്പെടുന്ന സമയം. ഓക്കെ, അടുത്ത് നോക്കുന്നത് ദ ഹ്യൂമൻ സെന്റേർഡ് ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററിക്ക് ഒരു ഹ്യൂമൻ സെന്റേർഡ് പേഴ്സ്പെക്റ്റീവ് ശേഷം കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, ഡ്യൂറിംഗ് ദ റിനൈസൻസ് ഹ്യൂമൻ ലൈഫ് ബിക്കം ദ മെയിൻ ഫോക്കസ് ഓഫ് ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്. അതായത് അതുവരെ അല്ലെങ്കിൽ നമ്മൾ പഴയ കാലത്തെ ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞ് എടുത്തു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ റിനൈസൻസിന് മുമ്പുള്ള കാലഘട്ടത്തെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, വേൾഡ് എടുത്താലും ഇന്ത്യ എടുത്താലും നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം മിത്തോളജീസ് ആണ്. ഓക്കെ, അതായത് ദൈവം വന്നു അല്ലെങ്കിൽ ഇപ്പോഴുന്ന നോർസ് മിത്തോളജിയോ അല്ലെങ്കിൽ ഗ്രീക്ക് മിത്തോളജിയോ
ഓക്കെ, ഇന്ത്യൻ മിത്തോളജി, അങ്ങനെയുള്ള മിത്തോളജിക്കൽ സ്റ്റോറീസ് ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സൂസിനെ പറ്റിയോ ഓഡിനെ പറ്റിയോ ഓക്കെ ലോർഡ് ഇന്ദ്ര അങ്ങനെയുള്ള ആളുകളെ പറ്റിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഒറിജിനലാണ്, ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ പറയുന്ന റിനൈസൻസിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എവിടെ ഉണ്ടായി? ഈ പറഞ്ഞ ലിറ്ററേച്ചറിലും മറ്റുമൊക്കെ ഉണ്ടായി. ഓക്കെ, ആദ്യകാലങ്ങളിൽ റിലീജിയസ് ടെക്സ്റ്റ്, അതേപോലെ മോങ്കുകളുടെ മറ്റുമൊക്കെ ക്രോണോളജീസ്, ഈ പറയുന്ന പ്രീസ്റ്റുകളുടെ ഒക്കെ ബയോഗ്രഫി, അങ്ങനെയുള്ള വർക്കുകളെ മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ സന്യാസ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സന്യാസികളുടെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എഴുതുന്ന ബുക്കുകൾക്ക് മറ്റുമൊക്കെയാണ് ഹിസ്റ്ററി എന്ന പേര് കൊടുത്തിരുന്നത്. അല്ലെങ്കിൽ എല്ലാം ദൈവമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എഴുതുന്ന ബുക്കിനെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് ആണ് എന്ന് കരുതുന്ന സമയം ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ എപ്പോഴാണ് റെനൈസൻസ് വന്നത് മനുഷ്യന് മനസ്സിലായി എന്താണ് ദൈവം ഉണ്ട്, ശരിയാണ്, പക്ഷേ എന്തല്ല, എല്ലാ പ്രവൃത്തികളെയും കൺട്രോൾ ചെയ്യുന്നത് ദൈവമല്ല. ഓക്കെ, ദൈവത്തിന്റെ പേരിൽ ചില മനുഷ്യന്മാർ തന്നെ ജനങ്ങളെ വഴിതിരിച്ചു വിടുകയാണ് എന്നൊരു ചിന്തയുണ്ടായപ്പോഴത്തേക്ക് മനുഷ്യൻ എന്ത് ചെയ്യാൻ തുടങ്ങി? എല്ലാത്തിനെയും ഹ്യൂമൻ സെന്റേർഡ് ആക്കി മാറ്റാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അതുവരെ ഇല്ലായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം വെച്ച് കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് എവിഡൻസ് ഇൻ ഹിസ്റ്ററി. അതായത് അത്രയും കാലം പള്ളിയും മറ്റും പറയുന്നത് കേട്ട് പച്ചവെള്ളം തൊടാതെ വിഴുങ്ങുന്ന ആ ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി. ഓക്കെ, അത് മാറിയിട്ട് എന്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ട്, എന്താണ് തെളിവ് എന്ന് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. പ്രധാനമായിട്ട് പറയുന്നത് ഹിസ്റ്റോറിയൻ സ്റ്റാർട്ടഡ് ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ആർക്കിയോളജിക്കൽ എവിഡൻസ്. ഓക്കെ, ഒരു കാര്യം നടന്നു, ചുമ്മാ വാഗൊണ്ട് പറഞ്ഞാൽ പോരാ, അതിന്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്താണ് എന്നൊരു ചോദ്യം വന്നു തുടങ്ങി. They used inscriptions, coins and ancient manuscripts to support their writings. Okay, അതായത് ഇങ്ങനെയുള്ള ഹിസ്റ്റോറിയൻസ് ആർക്കിയോളജിക്കൽ ഡേറ്റ തെരഞ്ഞു പോയി അവിടെ ആർക്കിയോളജിക്കൽ ഡേറ്റ ആയിട്ട് കിട്ടുന്ന ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ്, ലിപികള്, ഇതൊക്കെ തെളിവായിട്ട് വെച്ച് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇനി ദൈവമൊന്നും വേണ്ട, നടന്ന കാര്യങ്ങൾ ഞങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളാം എന്നൊരു ചിന്തയിലേക്ക് എത്തി. ഇനി എഫേർട്സ് ടു കളക്ട് ആൻഡ് പ്രിസർവ് ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ് ഓൾസോ ഇൻക്രീസ്ഡ്. ഓക്കെ, ഇനി ഗ്രീക്കോ റോമൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് മാനുസ്ക്രിപ്റ്റും മറ്റും ഉണ്ടായിരുന്നു, ഒരുപാട് നശിച്ചുപോയി നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി നശിച്ചു പോവാത്ത സാധനങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ പ്രിസർവ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും മനുഷ്യന്മാർക്ക് തോന്നി തുടങ്ങിയ ഒരു സമയം കൂടായിരുന്നു ഈ ഒരു ടൈം. ഓക്കെ, ഇനി ഈ ഒരു സമയത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഐഡിയ ആണ് ദ റൈസ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അതായത് അതുവരെ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് മാറിയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? മനുഷ്യൻ ഹ്യൂമാനിസം, ക്രിട്ടിക്കൽ തിങ്കിങ്, റീസണിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതായത് എല്ലാത്തിനും ഒരു സയന്റിഫിക് ബേസ് വേണം, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് നോളജ് എല്ലാത്തിനും വേണം എന്നൊരു ചിന്ത ആർക്കുണ്ടാവാൻ തുടങ്ങി? മനുഷ്യന്മാർക്ക് ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സംഭവിച്ചതാണ് ദ സയന്റിഫിക് സ്റ്റഡി റീപ്ലേസ്ഡ് മിത്സ് ആൻഡ് ലെജൻഡ്സ് ഇൻ ഹിസ്റ്റോറിക്കൽ എക്സ്പ്ലനേഷൻ. ഓക്കെ, അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഓരോ മിത്തുകൾ, ലെജൻഡ്സ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഓക്കെ, അതിനെല്ലാം ഒരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ വരാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അതായത് പണ്ട് കാലത്തുണ്ടായിരുന്ന കഥകൾക്കെല്ലാം സയന്റിഫിക് എക്സ്പ്ലനേഷൻ മനുഷ്യൻ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അത്രയും കാലം ഇതൊന്നും ഇല്ലായിരുന്നു. മീൻസ് അത്രയും കാലം പള്ളി പറഞ്ഞ മറ്റോ കേട്ട് ജീവിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിനുശേഷം ഈ പറയുന്ന റിനൈസൻസ് വന്നപ്പോഴത്തേക്ക് മനുഷ്യന്റെ ചിന്താശേഷി കൂടി, മനുഷ്യന് ചിന്തിക്കാനുള്ള എന്തുണ്ട്? അനുവാദമുണ്ട്, അല്ലെങ്കിൽ റൈറ്റ് ഉണ്ട്. അത്രയും കാലം പള്ളി പറഞ്ഞു വെച്ചെങ്കിൽ അത്രയും കാലം ഈ പറയുന്ന ദൈവവും അല്ലെങ്കിൽ ദൈവവിശ്വാസവും മറ്റുമൊക്കെ മനുഷ്യന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് തടഞ്ഞു വെച്ചിരുന്നു. പക്ഷെ റിനൈസൻസ് വന്നപ്പോഴത്തേക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ഓണായി. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റി. ഇനി മിത്തുകൾ എങ്ങനെ ഉണ്ടായി, ഈ മിത്തിന്റെ സയന്റിഫിക് ഫാക്ട് എന്താണ് എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നിക്കോളോ മാക്കിയവെല്ലി എന്നറിയപ്പെടുന്ന ആള്. ഓക്കെ, അദ്ദേഹം പൊളിറ്റിക്സിന് മാത്രമല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തത്, റിനൈസൻസ് ഹിസ്റ്റോഗ്രഫിക്കും ഇമ്പോർട്ടൻസ് കൊടുത്ത, അല്ലെങ്കിൽ റിനൈസൻസ് ഹിസ്റ്റോഗ്രഫി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പങ്കുവച്ച മറ്റു മനുഷ്യൻ കൂടാണ് നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വ്യൂസിനെ മാറ്റിയിട്ട് ഹി യൂസ്ഡ് റാഷണൽ ആൻഡ് പൊളിറ്റിക്കൽ അനാലിസിസ് ഫോർ എക്സ്പ്ലെയിനിങ് ഹിസ്റ്ററി. അതായത് അത്രയും കാലം ഉണ്ടായിരുന്ന റിലീജിയസ് വ്യൂസിന്റെ എല്ലാം മാറ്റിമറിച്ചിട്ട് പൊളിറ്റിക്കലായിട്ടും റാഷണൽ ആയിട്ടും ഹിസ്റ്റോഗ്രഫി കണ്ട ഒരു മനുഷ്യനാണ് നിക്കോളോ മാക്കിയവെല്ലി എന്ന് പറയുന്ന ആള്. ഓക്കെ, ഇനി നമ്മൾ ആർട്ട് പറഞ്ഞു നിർത്തി. ആർട്ട് പറഞ്ഞു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ ഹിസ്റ്റോഗ്രഫി പറ്റി പറഞ്ഞു. നമുക്ക് അടുത്ത് പറയാനുള്ളത് അടുത്ത ഫീൽഡാണ്. നെക്സ്റ്റ് ഫീൽഡ് ഈസ് റിനൈസൻസ് ആൻഡ് സയൻസ്. ഓക്കെ, സയൻസിൽ എന്തെല്ലാം മാറ്റമാണ് റിനൈസൻസ് കൊണ്ടുവന്നത്? റിനൈസൻസ് ആൻഡ് സയൻസ് നോക്കാം. The Renaissance period led to the major changes in science and thinking. ഓക്കെ, ഇത് ചിന്തയിലും സയൻസിലും ഒക്കെ വളരെ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു ഫാക്ടറാണ് റിനൈസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഓൾഡ് ബിലീവ്സിനെയും അല്ലെങ്കിൽ എല്ലാ വിശ്വാസങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഒബ്സർവേഷനും അതുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വന്ന സയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അത്രയും കാലം ഉണ്ടായിരുന്ന ഓൾഡ് ബിലീവ്സ്, എല്ലാ പഴയ ചിന്താഗതികളെയും മറ്റുമൊക്കെ സയൻസ് ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് അത്രയും കാലം ഉണ്ടായിരുന്ന സോ കോൾഡ് തിയറീസ് അല്ലെങ്കിൽ
ഉണ്ടായിരുന്ന കുറെ ചിന്തകൾ, അല്ലെങ്കിൽ അത്രയും കാലം ഉണ്ടായിരുന്ന ഐഡിയാസ്, ഓക്കെ, ഫാക്സ് എന്ന് കരുതിയിരുന്ന കുറെ ഫോൾസ് ട്രൂത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളിനെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? സയൻസ് ചോദ്യം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാം. അതിൽ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ദ റിജക്ഷൻ ഓഫ് ജിയോസെൻട്രിക് തിയറി. ഓക്കെ, അതായത് 16th സെഞ്ചുറി വരെ ലോകത്തുള്ള എല്ലാ ആളുകളെയും വിശ്വസിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ പള്ളിയും അന്നുണ്ടായിരുന്ന റൂളേഴ്സും എല്ലാവരും കൂടെ വിശ്വസിപ്പിച്ചിരുന്ന തിയറിയാണ് ജിയോസെൻട്രിക് മോഡൽ അല്ലെങ്കിൽ ജിയോസെൻട്രിക് തിയറി എന്ന് പറയുന്നത്. ഈ തിയറി കൊണ്ടുവന്നത് ടോളമി എന്നറിയപ്പെടുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. ഓക്കെ, ഈ തിയറി പറയുന്നത് ഇങ്ങനെയാണ്, യൂണിവേഴ്സിന്റെ മൊത്തം സെന്റർ എന്നറിയപ്പെടുന്ന ആരാണ്? എർത്ത് ആണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സൺ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ പ്ലാനറ്റും എന്താണ് ചെയ്യുന്നത്? എർത്തിനെ ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ തിയറിയാണ് ഈ പറഞ്ഞ ജിയോസെൻട്രിക് തിയറി. ഇതിനെ എതിർക്കാനൊക്കെ ഒരുപാട് നോക്കിയെങ്കിലും എന്ത് ചെയ്തില്ല, അതിനൊന്നും ഈ പറഞ്ഞ ചർച്ചും റൂളേഴ്സും സമ്മതിച്ചില്ല. പക്ഷെ കുറച്ചു കാലഘട്ടം കഴിഞ്ഞ് റിനൈസൻസ് വന്നപ്പോഴത്തേക്ക്, റിനൈസൻസുമായി ബന്ധപ്പെട്ട് മറ്റൊരു പോളിഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള നിക്കോളാസ് കോപ്പർനിക്കസ് എന്ത് ചെയ്തു? ജിയോസെൻട്രിക് തിയറിയെ ചലഞ്ച് ചെയ്തു. അതായത് ഈ തിയറി തെറ്റാണ്, ഓക്കെ, ഞാൻ പറയുന്നില്ലെങ്കിൽ അദ്ദേഹം ഒരു പുതിയ തിയറി ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു, ഈ തിയറിയാണ് ശരി, ടോളമിയുടെ ജിയോസെൻട്രിക് തിയറി തെറ്റാണ് എന്ന് അദ്ദേഹം ചലഞ്ച് ചെയ്തു. ഓക്കെ, പിന്നീട് എന്ത് ചെയ്യേണ്ടി വന്നു? എല്ലാ ആളുകൾക്കും ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നിക്കോളാസ് കോപ്പർനിക്കസ് ഉണ്ടാക്കിയ പുതിയ തിയറിയാണ് ഹീലിയോസെൻട്രിക് തിയറി, അല്ലെങ്കിൽ ദ സൺ ഈസ് അറ്റ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിന്റെ സെന്ററിൽ നിൽക്കുന്ന സണ്ണാണ്, ബാക്കി പ്ലാനറ്റ്സും എല്ലാവരും സണ്ണിന് ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന തിയറി പറഞ്ഞ ആളാണ് ആര്? കോപ്പർനിക്കസ്. ഓക്കെ, ആദ്യം പള്ളി പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഈ മതം, ഈ റിലീജൻ പറഞ്ഞു വരുത്തിക്കൊണ്ടിരുന്നത് ജിയോസെൻട്രിക് തിയറിയാണ് കറക്റ്റ് എന്നാണ്. എല്ലാവരും മണ്ടിൽ ആ തിയറി അടിച്ചേപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പക്ഷെ റിനൈസൻസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിക്കോളാസ് കോപ്പർനിക്കസ് പുതിയ തിയറി കൊണ്ടുവന്നു. തിയറിയാണ് ഹീലിയോസെൻട്രിക് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പറയുന്നത് സണ്ണാണ് യൂണിവേഴ്സിന്റെ സെന്ററിൽ നിൽക്കുന്നത് എന്നൊരു തിയറി കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോ അതോടുകൂടി ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അത്രയും കാലം ഉണ്ടായിരുന്നല്ലോ ഏറ്റവും വലിയൊരു മാറ്റമാണ് അന്നുണ്ടാവുന്നത്. ഭൂമി അല്ല, സൂര്യനാണ് നടുക്ക് നിൽക്കുന്നത്, അല്ലെങ്കിൽ അന്ന് വരെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് ആർക്ക് സമ്മതിക്കേണ്ടി വന്നു? ചർച്ചിനും ബാക്കിയുള്ള റൂളേഴ്സിനും സമ്മതിക്കേണ്ടി വന്നു. കോപ്പർനിക്കസ് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ആദ്യമൊന്നും ആരും സപ്പോർട്ട് ചെയ്തില്ല അദ്ദേഹത്തിനെ. കുറച്ചുകൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഹി ഗോട്ട് സപ്പോർട്ട് ഫ്രം ഗലീലിയോ ആൻഡ് കെപ്ലർ. ഇദ്ദേഹത്തിന് രണ്ട് പ്രധാനപ്പെട്ട സയന്റിസ്റ്റുകളുടെ സപ്പോർട്ട് കിട്ടി. ആ രണ്ടു പേരാണ് ഗലീലിയോയും കെപ്ലറും. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഇദ്ദേഹത്തിന്റെ നിക്കോളാസ് കോപ്പർനിക്കസിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട് കെപ്ലർ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിന്റെ തിയറി അക്സെപ്റ്റ് ചെയ്യുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത പോയിന്റുകളാണ് പ്ലാനറ്റ്സ് മൂവ് അറ്റ് ഡിഫറെന്റ് സ്പീഡ് ഡിപ്പെൻഡിങ് ഓൺ ദർ. ഓക്കെ, ഇനി കെപ്ലറിന്റെ ഈ ഒരു തിയറിയെ ബേസ് ചെയ്താണ് സർ ഐസക് ന്യൂട്ടൺ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ അതായത് കോപ്പർനിക്കസിന്റെ തിയറിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന ആളാണ് കെപ്ലർ. കെപ്ലർ പറഞ്ഞ കാര്യം സണ്ണിൽ നിന്ന് ദൂരം കൂടുന്നതനുസരിച്ചിട്ട് പ്ലാനറ്റ്സിന്റെ സ്പീഡ് കുറയുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഈ തിയറി ബേസ് ചെയ്ത് ഐസക് ന്യൂട്ടൺ ഉണ്ടാക്കിയ ലോ ആണ് ദ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. കോപ്പർനിക്കസിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ആളാണ് ഗലീലിയോ ഗലീലി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ടെലസ്കോപ്പ് കണ്ടെത്തി. ഇത് കൂടാതെ അത് വെച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ടെലസ്കോപ്പ് വെച്ചിട്ട് വാന നിരീക്ഷണം നടത്തി, അല്ലെങ്കിൽ സ്കൈയെയും ഔട്ടർ സ്പേസിനെയൊക്കെ നിരീക്ഷിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹം പ്രധാനമായിട്ട് കണ്ടെത്തിയത് ദ മൂൺസ് ഓഫ് ജൂപ്പിറ്റർ, ജൂപ്പിറ്ററിന്റെ മൂൺസിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, ഉപഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. ഇത് കൂടാതെ ദ റിങ്സ് ഓഫ് സാറ്റേണിന്റെ വലയങ്ങളുണ്ട് എന്ന് പറഞ്ഞതും ആരാണ്? ഗലീലിയോ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കൂടെ ആയപ്പോഴത്തേക്ക്, ഇവരുടെ എല്ലാ സപ്പോർട്ട് ആയപ്പോഴത്തേക്ക് ഹീലിയോസെൻട്രിക് തിയറിക്ക് കൂടുതൽ എവിഡൻസുകൾ കിട്ടുകയും അത് ഒരു അക്സെപ്റ്റഡ് തിയറിയെ മാറുകയും ജിയോസെൻട്രിക് തിയറി തള്ളിപ്പോവുകയും ചെയ്തു. സയൻസിൽ ഈ പറഞ്ഞ ആസ്ട്രോണമിയിൽ മാത്രം, അല്ലെങ്കിൽ ആസ്ട്രോഫിസിക്സ് മാത്രമല്ല മാറ്റം ഉണ്ടായത്, മെഡിക്കൽ ഫീൽഡിലും അനാട്ടമിയിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് സ്വിസ് സയന്റിസ്റ്റ് ആയുള്ള പാർസെൽഷ്യസിനെ പറ്റിയാണ്. അദ്ദേഹം എന്താണ് ചെയ്തു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ അസുഖം വരുമ്പോൾ, പനി വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ആശുപത്രി പോയിട്ട് പനി കുറയ്ക്കാനുള്ള ഗുളിക കഴിക്കും. ഓക്കെ, പക്ഷെ നമുക്കറിയാം ഈ പറഞ്ഞ പനി അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത് അസുഖമല്ല. എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ദേഹത്ത് കയറുമ്പോഴത്തേക്കും അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ബോഡിയുടെ പ്രിക്കോഷനാണ്. പറഞ്ഞു കഴിഞ്ഞാൽ പാർസെൽഷ്യസ് എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ചെയ്തത് ഓരോ രോഗങ്ങളും വരാനുള്ള കാരണം, അതിന്റെ കോസ് എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സയന്റിസ്റ്റ് ആണ് പാർസെൽഷ്യസ് എന്ന് പറയുന്ന അദ്ദേഹം ഓരോ രോഗങ്ങളുടെയും കോസ് കണ്ടെത്താനും ശ്രമിച്ചു. അതുകൂടാതെ ആ കോസിനെ ഇല്ലാതാക്കാനുള്ള മെഡിസിൻസ്, ക്യൂർ ഉണ്ടാക്കാനുമാണ് പാർസെൽഷ്യസ് ശ്രമിച്ചത്. ഇനി രണ്ടാമത്തെ ആളാണ് ആൻഡ്രേസ് വെർസേലിയസ്. ഓക്കെ, ഇദ്ദേഹത്തിനെ ഫേമസ് ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് അനാട്ടമി. അനാട്ടമിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആണ് ആര്?
ആൻഡ്രിയസ് വെസേലിയസ് എന്നറിയപ്പെടുന്ന അദ്ദേഹം. ഓക്കെ, അനാട്ടമിയിൽ വളരെ കെയർഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ള ആളാണ് ആൻഡ്രിയസ് വെസേലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹ്യൂമൻ ബോഡിയെ പഠിക്കാൻ വേണ്ടിയിട്ട് കെയർഫുള്ളി ഡിസെക്റ്റഡ് ഹ്യൂമൻ ബോഡീസ് അല്ലെങ്കിൽ കെഡാവേഴ്സ് അല്ലെങ്കിൽ മനുഷ്യന്റെ ശവശരീരങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് കീറിമുറിച്ച് പരിശോധിച്ച വ്യക്തിയാണ് ആൻഡ്രിയസ് വെസേലിയസ്. ഇതൊക്കെ കൊണ്ട് തന്നെ മെഡിക്കൽ ഫീൽഡിന് ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്ത രണ്ടുപേരായിരുന്നു വെസേലിയസും പാരസെൽസസും. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് പല പല ഫീൽഡ്, പ്രധാനമായിട്ടും ആർട്ടിനെ പറ്റി പറഞ്ഞു, ഹിസ്റ്റോറിയോഗ്രഫി പറഞ്ഞു, സയൻസിലുണ്ടായ മാറ്റം പറഞ്ഞു. ഇനി സൊസൈറ്റിയിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ അന്ന് വരെ ഉണ്ടായിരുന്ന റിലീജിയസ് സപ്പോർട്ടിനെ മൊത്തവും മാറ്റിമറിച്ച് ജനങ്ങളുടെ ഇടയിൽ തന്നെ 2 ഡിവിഷൻ ഉണ്ടാവാൻ കാരണമായ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റിനെ പറ്റിയാണ് നമ്മൾ അടുത്ത് പറയാൻ പോണത്. അതായത് റെനേസൻസ് റിലീജണിൽ എന്ത് മാറ്റം ഉണ്ടാക്കി, അതാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. റെനേസൻസ് ഇൻ റിലീജൻ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ദ റിഫോർമേഷൻ. ഓക്കെ, റിഫോർമേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. യൂറോപ്പിന്റെ റിലീജിയസ് തിങ്കിങ്ങിനെ മൊത്തവും മാറ്റിമറിച്ച പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് റെനേസൻസ് എന്ന് പറയുന്നത്. റെനേസൻസ് കാരണം ഒരുപാട് മാറ്റങ്ങൾ റിലീജനിൽ യൂറോപ്പിൽ വന്നിട്ടുണ്ട്. അതായത് റെനേസൻസിന്റെ സമയത്ത്, റെനേസൻസിന് മുമ്പ് വരെ എന്താണ് ചർച്ചും അതേപോലെ റിലീജനും റൂളേഴ്സും ഒക്കെ പറഞ്ഞ് ജനങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ആർക്കും ഒരു വോയിസ് തന്നെ ഇല്ലായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു എന്താണ് പല ആളുകളും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു പല ക്രിട്ടിക്കൽ തിങ്കേഴ്സും ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നെങ്കിലും അവർ തിങ്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ പറയുകയോ ചെയ്യുമ്പോഴത്തേക്ക് റൂളേഴ്സും മറ്റൊക്കെ അവർ എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്ത് ജയിലിലും മറ്റൊക്കെ ഇടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ റെനേസൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നുവരെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും അല്ലെങ്കിൽ അന്നുവരെ സൊസൈറ്റി ഉണ്ടായിരുന്ന ആളുകൾക്ക് എഡ്യൂക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ധാരണ ഉണ്ടാകുന്നു. അവരെന്ത് ചെയ്യുന്നു, അന്നുവരെ ഉണ്ടായിരുന്ന റൂളേഴ്സിനെയും അതുപോലെ ചർച്ചിനെയും മറ്റുമൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പ്രധാനമായിട്ട് ചർച്ചിനെ ക്രിട്ടിസൈസ് ചെയ്ത കുറച്ച് ആളുകളെ പറ്റിയാണ് നമ്മൾ പറയാൻ പോണത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ ഹ്യൂമാനിസ്റ്റ് ആയിട്ടുള്ള ഇറാസ്മസ്, കൂടാതെ റിഫോമേഴ്സ് ആയിട്ടുള്ള ജോൺ വേക്ലിഫ്, ജാൻ ഹസ്, അതുകൂടാതെ സവാനറോള, ഓക്കെ തുടങ്ങിയ ആളുകൾ കൂടുതൽ എഡ്യൂക്കേഷനും മറ്റൊക്കെ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ റെനേസൻസിന്റെ ആ ഒരു സമയത്ത്, റെനേസൻസ് സ്റ്റാർട്ട് ചെയ്ത ആ സമയത്ത് ഇവർ എന്ത് ചെയ്യാൻ തുടങ്ങി, ചർച്ചിനെ മറ്റൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. അതായത് ആ ഒരു സമയത്ത് ചർച്ച ചെയ്യുന്ന ഒരുപാട് വേണ്ടാത്ത പ്രവൃത്തികളുണ്ടായിരുന്നു. അതായത് ജനങ്ങളുടെ മുന്നിൽ അടിച്ചേൽപ്പിച്ചുന്ന ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ജനങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സമയത്ത് റിലീജൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനെയൊക്കെ എതിർത്ത് സംസാരിച്ച ആളുകളാണ് ഇറാസ്മസ്, ജോൺ വേക്ലിഫ്, ജാൻ ഹസ്, കൂടാതെ സവാനറോള തുടങ്ങിയ ആളുകൾ. ഓക്കെ, അപ്പോൾ ഇവരെല്ലാം പ്രധാനമായിട്ടും ചർച്ചിനെതിരെ നിന്ന് എന്തുകൊണ്ടാണ്, ചർച്ച് ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന സാധനം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസിഡന്റ് ആണ് ദ സെയിൽ ഓഫ് ഇന്റലിജൻസ് എന്നറിയപ്പെടുന്നത്. ഇതെന്താണ് സംഭവം? ദ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ മീനിങ് പാപവിമോചന പത്രം എന്നാണ്. എന്താണ് സംഭവിച്ചു കഴിഞ്ഞാൽ കത്തോലിക്ക ചർച്ച് അന്നുണ്ടായിരുന്ന ക്രിസ്ത്യൻ മതവിശ്വാസികളെ മൊത്തവും എക്സ്പ്ലോയിറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഈ പറഞ്ഞ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സംഭവം പറഞ്ഞ ഇങ്ങനെയാണ്. അവർ പറഞ്ഞിങ്ങനെ ക്രിസ്തു മതത്തിൽ വിശ്വസിക്കുന്ന എല്ലാ ആളുകളും കാത്തലിക് ചർച്ചിന്റെ കയ്യിൽ നിന്ന് ഈ ഇന്റലിജൻസ് വാങ്ങിക്കണം, പാപവിമോചന പത്രം പൈസ കൊടുത്ത് വാങ്ങണം. ഓക്കെ, അങ്ങനെ അവർ പറഞ്ഞിങ്ങനെയാണ്, ഈ ഒരു പത്രം വാങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അതായത് ആരെങ്കിലും എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വലിയ ശിക്ഷ കിട്ടാൻ പറ്റുന്ന പല കുറ്റങ്ങളും ചെയ്ത ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അവരെല്ലാ പേരും ചിലപ്പോ രാജാവിന്റെ ദൈവത്തിന്റെ കയ്യിൽ നിന്നൊക്കെ ശിക്ഷ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മരണശേഷം നിങ്ങൾ എന്തായാലും ചെയ്ത പാവങ്ങളുടെ മൊത്തവും കുറ്റയേക്കുകയും ശിക്ഷകൾ വാങ്ങുകയും ചെയ്യേണ്ടി വരും. ഓക്കെ, ദൈവത്തിന്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ദൈവം നിന്നോട് ചോദിക്കും നീ ചെയ്ത കുറ്റം എന്താണ്. ഇപ്പൊ കുറ്റം പറയുമ്പോഴത്തേക്കും അതിന്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ പള്ളി പറയുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഈ ഇന്റലിജൻസ് അല്ലെങ്കിൽ പാപവിമോചന പത്രം വാങ്ങിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യും, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു നൽകും. അതായത് ദൈവം എന്ത് ചെയ്യത്തില്ല, നിങ്ങൾ ആരെ ശിക്ഷിക്കത്തില്ല. നിങ്ങൾ ആ പത്രം വാങ്ങിച്ചിട്ടുണ്ടല്ലോ, നല്ല കാര്യം, ഓക്കെ പള്ളിക്ക് വേണ്ടി പൈസ കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ ആരെ ശിക്ഷിക്കത്തില്ല എന്ന് ആര് പറഞ്ഞു വരുത്തി? ചർച്ച് പറഞ്ഞു വരുത്തി. ഓക്കെ, അങ്ങനെ ഒരുപാട് പേര് അത് വിശ്വസിച്ച് എന്ത് ചെയ്തു, ഈ പറയുന്ന ഇന്റലിജൻസ് വാങ്ങിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇന്റലിജൻസ് വഴി കിട്ടുന്ന പൈസ കൊണ്ട് അവർ എന്ത് ചെയ്യും? ഈ പറഞ്ഞ പള്ളി പറഞ്ഞിങ്ങനെയാണ്, ഞങ്ങൾ പള്ളിയുടെ പേരിലുള്ള ഹോസ്പിറ്റൽസും അതേപോലെ കാത്തഡ്രൽസ് വലിയ വലിയ പള്ളികളും മറ്റൊക്കെ പണിയും എന്നാണ് ആര് പറഞ്ഞത്? പള്ളി പറഞ്ഞത്. പക്ഷേ കിട്ടിയ പൈസ അവർ ദൂർത്തടിച്ച് അല്ലെങ്കിൽ ലക്ഷറീസ് ലൈഫ് ജീവിച്ചതല്ലാതെ ഒരു കാര്യവും ചെയ്തില്ല. ഈ ഒരു സംഭവത്തെയാണ് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഹ്യൂമാനിസ്റ്റുകളെല്ലാം ചോദ്യം ചെയ്തത്. അന്ന് ഈ പറഞ്ഞ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ പാപവിമോചന പത്രം ജർമ്മനിയിൽ എല്ലായിടത്തും ഫേമസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഡൊമിനിക്കൻ മോങ്ക് ആയിട്ടുള്ള ജൊഹാൻ ടെറ്റ്സെൽ എവിടെ വരുന്നു? ജർമ്മനിയിൽ വരുന്നു. അതായത് യൂറോപ്പിന്റെ ഇറ്റലിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് യൂറോപ്പിന്റെ എല്ലാ ഭാഗത്തേക്കും ഈ പറഞ്ഞ സെയിൽ ഓഫ് ഇന്റലിജൻസ് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കാത്തലിക് ചർച്ച്.
അതിന്റെ ഭാഗമായിട്ട് ജർമ്മനിയിൽ നിന്ന് ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൊമിനിക്കൻ മോങ്കിനെ കാത്തലിക് ചർച്ച് അയക്കുന്നു. ആ ആളാണ് ജൊഹാൻ ടെറ്റ്സൽ എന്ന് പറയുന്ന ആള്. അദ്ദേഹം എവിടെ വരുന്നു? ജർമ്മനി വരുന്നു. ജർമ്മനി വന്നിട്ട് അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ ഇന്റലിജൻസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയുന്നു. ജനങ്ങളോട് ഫോഴ്സ് ചെയ്ത് ഈ പറഞ്ഞ ഇന്റലിജൻസ് വാങ്ങിക്കാൻ വേണ്ടി പറയുന്നു. പക്ഷേ ജർമ്മനിയിൽ വളരെ സത്യസന്ധനായ അല്ലെങ്കിൽ ചർച്ചിന്റെ പല ആക്ടിവിറ്റീസിനെ എതിർക്കുന്ന ഒരു മോങ്ക് എവിടെ ഉണ്ടായിരുന്നു? ജർമ്മനി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മാർട്ടിൻ ലൂതർ. ഓക്കെ, മാർട്ടിൻ ലൂതർ ഒരു ജർമ്മൻ പ്രീസ്റ്റ് ആണ്. അദ്ദേഹം ഈ സെയിൽ ഓഫ് ഇന്റലിജൻസിനെ ഒപ്പോസ് ചെയ്ത ആളാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം ഇത്രേ ഉള്ളൂ, ഈ ഒരു പേപ്പർ വാങ്ങിച്ചു എന്ന് പറയുന്നത് ഒരിക്കലും പാപവിമോചനം കിട്ടത്തില്ല, ഓക്കെ, എന്ന് വിശ്വസിച്ചൊരു വ്യക്തിയാണ് മാർട്ടിൻ ലൂതർ. ഓക്കെ, അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയുമായിട്ട് ഒരു തുറന്ന ചർച്ച വേണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് അല്ലെങ്കിൽ അവിടെയുള്ള മത നേതാക്കന്മാരുമായിട്ട് നല്ലൊരു ചർച്ച വേണം, ഒരു ഡിബേറ്റ് നടത്തണം. ആ ഒരു ഡിബേറ്റ് നടത്തിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇന്റലിജൻസ് നിർത്താനും പറ്റത്തുള്ളൂ എന്ന് ആർക്ക് മനസ്സിലാവുന്നു? മാർട്ടിൻ ലൂതറിന് മനസ്സിലാവുന്നു. അതിന്റെ ഭാഗമായിട്ട് 1517 അദ്ദേഹം ജർമ്മനിയിലെ വിറ്റംബർഗ് കാത്തഡ്രൽ എന്നറിയപ്പെടുന്ന പള്ളിയുടെ ഫ്രണ്ടില് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ 95 തീസിസ് എന്നറിയപ്പെടുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലേഖനം എഴുതി ഒട്ടിച്ചു. അതായത് പറഞ്ഞിട്ടേ ഉള്ളൂ, പള്ളിയുമായിട്ട് അല്ലെങ്കിൽ കാത്തലിക് ചർച്ചുമായിട്ട് അല്ലെങ്കിൽ ചർച്ചിലുള്ള ഏറ്റവും മേളിലിരിക്കുന്ന പിതാവുമായിട്ട് മറ്റൊക്കെ സംസാരിക്കാൻ വേണ്ടി അല്ലെ അവരുമായിട്ട് ഒരു ഡിബേറ്റ് നടത്താൻ വേണ്ടിയിട്ട് ആർക്ക് താല്പര്യമുണ്ട്? മാർട്ടിൻ ലൂതറിന് താല്പര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? സെയിൽ ഓഫ് ഇന്റലിജൻസ് പാപമാണ്, ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡിബേറ്റ് ആരുമായിട്ട് നടത്തണം? പള്ളിയുമായിട്ട് നടത്തണം. ഡിബേറ്റ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് കാര്യം മനസ്സിലാവും, ഈ ഇന്റലിജൻസ് നിർത്തും എന്നാണ് ആരുടെ വിശ്വാസം? മാർട്ടിൻ ലൂതറിന്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് 1715 അദ്ദേഹത്തിന്റെ ഒരു ലേഖനം തയ്യാറാക്കി. ആ ലേഖനത്തിന്റെ പേരാണ് ദ 95 തീസിസ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം അത് എന്ത് ചെയ്തു? വിറ്റംബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് ജർമ്മനിയിലെ വിറ്റംബർഗ് എന്ന സ്ഥലത്തുള്ള കാത്തഡ്രൽ, വിറ്റൻബർഗ് കാത്തഡ്രലിന്റെ ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചു. ആ ഒരു സാധനം അദ്ദേഹം എഴുതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ 95 തീസിസ് മാർട്ടിൻ ലൂതർ എഴുതിയത് ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ എന്തറിയാവൂ? ലാറ്റിൻ ലാംഗ്വേജ് അറിയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ വായിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പൊ എന്തായാലും പള്ളിയുടെ വാതിൽ തുറക്കുമ്പോഴത്തേക്ക് ആര് കാണും? പള്ളിയിൽ അച്ഛനും ബാക്കിയുള്ള ആളുകൾ ഇത് കാണും. അവർ വായിച്ചു നോക്കിയിട്ട് ഇയാൾ എന്ത് ചെയ്യും? അതിന്റെ താഴെ തന്നെ ഇയാളുടെ പേര്, മാർട്ടിൻ ലൂതറിന്റെ പേരൊക്കെ എഴുതി വെച്ചിരുന്നു കേട്ടോ. അപ്പോ അവർക്കറിയാം എന്തായാലും ഇത് വായിച്ചിട്ട് മാർട്ടിൻ ലൂതറിനെ വിളിപ്പിക്കും, സംസാരം നടക്കും, ഡിബേറ്റ് ചെയ്യാം, നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർട്ടിൻ ലൂതർ. പക്ഷെ സംഭവിച്ച വേറൊന്നാ കാര്യം. വിറ്റംബർഗ് ചർച്ചിലെ പള്ളിയിലച്ഛനും മറ്റുമൊക്കെ കാണുന്നതിന് മുമ്പ് ഈ ഒരു ലേഖനം അല്ലെങ്കിൽ ഈ ഒരു സംഭവം ആര് കണ്ടു? സാധാരണ ജനങ്ങൾ കണ്ടു. ഓക്കെ, അവർക്ക് ലാറ്റിൻ അറിഞ്ഞൂടാ എന്നുള്ള ഇദ്ദേഹത്തിന്റെ മാർട്ടിൻ ലൂതറിന്റെ അറിവ് തെറ്റായിരുന്നു. അവർക്ക് ലാറ്റിൻ അറിയാമായിരുന്നു. ലാറ്റിൻ അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്തു? ഈ സാധനം ലാറ്റിൻ ലാംഗ്വേജിൽ നിന്ന് ജർമ്മനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്നിട്ട് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഒട്ടിച്ചു. കൂടെ മാർട്ടിൻ ലൂതറിന്റെ പേരും അതിലങ്ങ് എഴുതിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഐഡിയാസ്, അതായത് പള്ളിയെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ 95 തീസിസ് എന്ത് ചെയ്യുന്നു? ജർമ്മനിയുടെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവുന്നു. ദിസ് ഇവന്റ് സ്റ്റാർട്ടഡ് ദ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. അങ്ങനെ ഈ ഒരു ഇവന്റ് സ്റ്റാർട്ട് ചെയ്തു? പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതായത് ക്രിസ്ത്യാനിറ്റിയുടെ അകത്ത് തന്നെ രണ്ട് വിഭാഗം ആളുകൾ. ഒന്ന് പള്ളി, അല്ലെങ്കിൽ പള്ളിയും വേണം, ബൈബിളും വേണം എന്ന് പറയുന്ന കാത്തലിക്സ്. അതായത് ക്രിസ്ത്യ മതവിശ്വാസികൾ എന്ത് ചെയ്യണം? ബൈബിളും അനുസരിക്കണം, കൂടാതെ പള്ളി പറയണമെന്നും കേൾക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു ടീമാണ് കാത്തലിക്സ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം കാത്തലിക്സിനെ ഒപ്പോസ് ചെയ്യുന്ന ഈ പറഞ്ഞ ഇന്റലിജൻസിനെ തള്ളി പറഞ്ഞ നമ്മുടെ മാർട്ടിൻ ലൂതറിന്റെ അനുയായികൾ എന്നറിയപ്പെടുന്ന ആളുകൾ, അവരാണ് പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് വിളിക്കുന്നത്. അവർ പറയുന്നത് ക്രിസ്ത്യൻസിന് ബൈബിൾ മാത്രം മതി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇവിടെ അറിയാതെ പോലെ ആണെങ്കിലും അല്ലെങ്കിൽ ഡിബേറ്റ് നടത്താൻ വേണ്ടി എഴുതിയ സാധനം ജനങ്ങളുടെ അടുത്തല്ലേ എത്തുന്നു. അങ്ങനെ ജനങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ടില് മാർട്ടിൻ ലൂതർ ഹീറോയി മാറുന്നു. അതായത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അതായത് ജനങ്ങളെ ഇതിൽ ഇടപെടുത്തണ്ട, ഞാൻ തന്നെ സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. മാർട്ടിൻ ലൂതർ ഒരു പ്രീസ്റ്റാണ്, ഒരു പള്ളിയിലച്ഛനാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം മാറ്റാൻ പറ്റും എന്ന് അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്കൂടെയാണ് സംഭവം നടക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ഈ തീസിസിന്റെ അകത്ത് ഇതിന്റെ പേരും കൂടെ എഴുതിയിരുന്നു. ജനങ്ങൾ എല്ലാ പേരും ഇദ്ദേഹത്തിന് ജയ് വിളിച്ച് അവരെ ലീഡറാക്കി മാറ്റി. ഇദ്ദേഹത്തിന് പറയാനും പറ്റുന്നില്ല ഇത് ഞാൻ എഴുതിയതല്ല, ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്നതിന് പറയാനും പറ്റുന്നില്ല. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ മാർട്ടിൻ ലൂതർ എന്തായി മാറി? പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ലീഡറായിട്ട് മാറി. ഓക്കെ, അപ്പൊ ലീഡറായിട്ട് മാറുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം കാത്തലിക് ചർച്ചുമായിട്ടുള്ള അതിന്റെ ബന്ധങ്ങളെല്ലാം മുറിച്ചു. പള്ളിയിലച്ഛനെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്തു? അച്ചംപട്ടം രാജിവെച്ചു. പിന്നീട് അദ്ദേഹം അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ കൂടെയാണ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം പള്ളിയച്ഛൻ മാത്രമല്ലായിരുന്നു, അന്ന് വിറ്റംബർഗ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും കൂടെ ആയിരുന്നു ഇദ്ദേഹം
മാർട്ടിൻ ലൂതർ. ഓക്കെ, അതുകൊണ്ട് തന്നെ അന്ന് മാർട്ടിൻ ലൂതർ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ കുട്ടികളും റിഫോർമേഷൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് കൂടെ വരികയും ചെയ്തു. അങ്ങനെ ജർമ്മനിലെ യൂണിവേഴ്സിറ്റീസിലെല്ലാം, അതായത് വിറ്റംബർഗ് കൂടാതെ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റീസിനെല്ലാം ഇദ്ദേഹത്തിനുള്ള സപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ റിഫോർമേഷൻ മൂവ്മെന്റ് ജർമ്മനിയിലെ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്നു. നമ്മൾ പറഞ്ഞത് റിഫോർമേഷനെ പറ്റിയാണ്. റിഫോർമേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് അങ്ങനെ പറയുന്നത്? അന്ന് വരെ ഉണ്ടായിരുന്ന കാത്തലിക് മതവിശ്വാസങ്ങളെല്ലാം എതിർത്തുകൊണ്ട് വന്നൊരു മൂവ്മെന്റ് ആണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന പള്ളി ചെയ്തുകൊണ്ടിരുന്ന എല്ലാ എക്സ്പ്ലോയിറ്റേഷൻസിനെയും എതിർത്തുകൊണ്ട് വന്നൊരു മൂവ്മെന്റ് ആണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സെയിൽ ഓഫ് ഇന്റലിജൻസിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് വന്ന ആളാണ് മാർട്ടിൻ ലൂതർ. പിന്നീട് അദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന്റെ ലീഡറായിട്ട് മാറുന്നു. അദ്ദേഹം പള്ളിക്കെതിരെ മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, ഇനി റിഫോർമേഷൻ ഈ പറഞ്ഞ ജർമ്മനിയിൽ ഒതുങ്ങി നിന്നില്ല. ഓക്കെ, റിഫോർമേഷൻ മൂവ്മെന്റ് ജർമ്മനിയിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡായി. നമ്മൾ പറഞ്ഞു റിഫോർമേഷൻ ജർമ്മനിയിൽ നിന്നിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആയെന്ന് പറഞ്ഞു. പ്രധാനമായിട്ട് എങ്ങോട്ടൊക്കെയാണ് സ്പ്രെഡ് ആയത്? ഒന്നാമത് പറയുന്ന ഏരിയയാണ് സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലൻഡിൽ റിഫോർമേഷൻ മൂവ്മെന്റിനെ ലീഡ് ചെയ്ത് 2 ആളുകളാണ്. ഒന്നാമത്തെ ആളുടെ പേര് ഹ്യുൾറിച്ച് സ്വിംഗ്ലി. ഒന്നാമത്തെ ആളുടെ പേരാണ് ഹ്യുൾറിച്ച് സ്വിംഗ്ലി. രണ്ടാമത്തെ ആളുടെ പേര് ജോൺ കാൽവിൻ. ഈ 2 പേരാണ് സ്വിറ്റ്സർലൻഡിൽ ഈ പറയുന്ന റിഫോർമേഷൻ മൂവ്മെന്റിനെ ലീഡ് ചെയ്ത്. ഒന്നാമത്തെ ആളുടെ പേര് ഹ്യുൾറിച്ച് സ്വിംഗ്ലി, രണ്ടാമത്തെ ആളുടെ പേര് ജോൺ കാൽവിൻ. ഓക്കെ, ഇനി ഇംഗ്ലണ്ട് അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് കിങ് ഹെൻറി 8th ആണ് ഈ പറഞ്ഞ റിഫോർമേഷൻ മൂവ്മെന്റിനെ ലീഡ് ചെയ്തത്. ഓക്കെ, അദ്ദേഹം അന്നുണ്ടായിരുന്ന പള്ളിക്കെതിരെയാണ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഹി സ്റ്റാർട്ടഡ് ദ ആംഗലിക്കൽ ചർച്ച്. ഓക്കെ, ആംഗലിക്കൻ ചർച്ച് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? കിങ് ഹെൻറി 8th ആണ്. കിങ് ഹെൻറി 8th ഇംഗ്ലണ്ടിൽ റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു. അന്നുണ്ടായിരുന്ന പള്ളിക്കെതിരെ, അതായത് അന്ന് ഇംഗ്ലണ്ട് ഉണ്ടായിരുന്ന പള്ളി രാജാവിന്റെ അധികാരത്തിൽ മറ്റൊക്കെ കൈകടത്തുന്നുണ്ടായിരുന്നു. രാജാവിന് ഇഷ്ടമല്ല. രാജാവ് അവരുടെ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റിഫോർമേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. റിഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊട്ടസ്റ്റന്റ്സിന് വേണ്ടി അദ്ദേഹം ഉണ്ടാക്കിയ പള്ളിയാണ് ആഞ്ചലിക്കൻ ചർച്ച് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ചർച്ചിന്റെ ഹെഡ് അച്ഛനല്ലായിരുന്നു. ആ ഒരു ചർച്ചിന്റെ ഹെഡും രാജാവ് തന്നെയായിരുന്നു. Okay, later this Anglican church was transformed into national church in different countries. Okay, അതായത് ഈ പറയുന്ന ആഞ്ചലിക്കൽ ചർച്ച് പിന്നീട് എന്തായി മാറി? നാഷണൽ ചർച്ച് ആയിട്ട് മാറി. ഓക്കെ, അതായത് പറഞ്ഞത്രേ ഉള്ളൂ, ജർമ്മനി സ്റ്റാർട്ട് ചെയ്ത പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് ലോകത്തിന്റെ പല ഭാഗത്തേക്ക് സ്പ്രെഡ് ആവുന്നു. പ്രധാനമായിട്ടും 2 സ്ഥലങ്ങളാണ് ഉള്ളത്. ഒന്ന് സ്വിറ്റ്സർലൻഡ്. അവിടെ മൂവ്മെന്റ് ലീഡ് ചെയ്ത 2 ആളുകളാണ്. ആരൊക്കെ? ഹ്യുൾറിച്ച് സ്വിംഗ്ലിയും രണ്ടാമത്തെ ആള് ജോൺ കാൽവിനും. ഇനി ഇംഗ്ലണ്ടിൽ മൂവ്മെന്റിനെ ലീഡ് ചെയ്തത് ആരാണ്? കിങ് ഹെൻറി 8th ആണ്. അദ്ദേഹത്തിന് അന്ന് കൊണ്ടിരുന്ന പള്ളി ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത പള്ളിയാണ് ആംഗലിക്കൻ ചർച്ച് എന്നറിയപ്പെടുന്നത്. ആ പള്ളിയുടെ ഹെഡ് കിങ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു പള്ളി പിന്നീട് അറിയപ്പെട്ട പേരാണ് ദ നാഷണൽ ചർച്ച് എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ അതോടുകൂടി ഈ പറയുന്ന ക്രിസ്ത്യാനിറ്റിക്കകത്ത് 2 ഡിവിഷൻ ഉണ്ടാവുന്നു. അതുവരെ ഉണ്ടായിരുന്ന പള്ളിക്കൊണ്ടുവന്ന സപ്പോർട്ട് പാതിയായിട്ട് കുറയുന്നു. ഒരുപാട് പേര് പ്രൊട്ടസ്റ്റന്റ്സിനെ കൂടെ ചേരുന്നു. ആരും തന്നെ പള്ളി സപ്പോർട്ട് ചെയ്യാത്ത ഒരവസ്ഥ. പള്ളിക്ക് ഭയങ്കരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നു. ഓക്കെ, അതുവരെ അവർ പറഞ്ഞുകൊടുന്ന കാര്യങ്ങളെല്ലാം എതിർത്തുകൊണ്ട് ആളുകൾ വരുന്നു. നിക്കക്കള്ളി ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ തകർന്നു പോകും എന്നൊരു അവസ്ഥയിൽ വരെ ആരെത്തുന്നു? കാത്തലിക് ചർച്ച് എത്തുന്നു. ഓക്കെ, അപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ചർച്ച് ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. ഓക്കെ, ഇതിനെല്ലാം ഇതിനെല്ലാം കൗണ്ടർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാത്തലിക് ചർച്ച് കൊണ്ടുവന്ന മറ്റൊരു മൂവ്മെന്റ് ആണ് ദ കൗണ്ടർ റിഫോർമേഷൻ. ഓക്കെ, കൗണ്ടർ റിഫോർമേഷൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഈ പറഞ്ഞ റിഫോർമേഷനെ എതിർത്തുകൊണ്ട് പള്ളി വന്ന മൂവ്മെന്റ് ആണ് കൗണ്ടർ റിഫോർമേഷൻ തോന്നും. പക്ഷെ അതല്ല. ഈ റിഫോർമേഷൻ ആക്ടിവിറ്റീസിനെ പള്ളി സ്വീകരിച്ചു. അതായത് ആദ്യമൊക്കെ തള്ളി പറഞ്ഞെങ്കിലും പിന്നീട് റിഫോർമേഷൻ ആക്ടിവിറ്റീസിന് പള്ളി ചെവി കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് ഈ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷന് ഒരു റെസ്പോൺസ് ആയിട്ട് കാത്തലിക് ചർച്ച് നടത്തിയൊരു മൂവ്മെന്റ് ആണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഉദ്ദേശിച്ച കാര്യത്രേ ഉള്ളൂ. പ്രൊട്ടസ്റ്റന്റ്സ് പറഞ്ഞ പോലെ പള്ളിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ, പള്ളിക്കകത്ത് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് അവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. അതായത് ആ പ്രശ്നങ്ങൾ എങ്ങനെ തിരുത്തും എന്ന് അവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ റിഫോർമേഷൻ. അതായത് പ്രൊട്ടസ്റ്റന്റ്സ് പറഞ്ഞാൽ ശരിയാണ്, ഒരുപാട് തെറ്റും ഒരുപാട് കുറ്റങ്ങളും ആർക്കുണ്ട്? ഈ പറയുന്ന കാത്തലിക് ചർച്ചിനുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അവർ തിരുത്തുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ തിരുത്തിയാൽ ജനങ്ങൾ പിന്നെ നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നൊരു ചിന്ത ആർക്കുണ്ടാവുന്നു? കാത്തലിക് ചർച്ചിനുണ്ടാവുന്നു. അങ്ങനെ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? പ്രശ്നങ്ങളെ മൊത്തം തിരിച്ച് ഒന്നേന്ന് റിന്യൂ ചെയ്തു വരാൻ ആര് തീരുമാനിക്കുന്നു? ഈ പറഞ്ഞ കാത്തലിക് ചർച്ച് തീരുമാനിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് കൗണ്ടർ റിഫോർമേഷൻ എന്ന് വിളിക്കുന്നത്. Okay, counter reformation is also
കോൾഡ് ദ കാത്തലിക് റിഫോർമേഷൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, ഈ റിഫോർമേഷന്റെ ഭാഗമായിട്ട് അന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ ഫാദേഴ്സിന്റെ അല്ലെങ്കിൽ അന്ന് ക്രിസ്ത്യാനിറ്റിക്കകത്തുള്ള അല്ലെങ്കിൽ പറഞ്ഞ കാത്തലിക് ചർച്ചിന്റെ അകത്തുള്ള എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും നോർത്തേൺ ഇറ്റലിയിലേക്ക് വിളിച്ചു കൂട്ടുന്നു. ഓക്കെ, അതായത് ഈ ഒരു കൗണ്ടർ റിഫോർമേഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ അഴുക്കുകളെ അല്ലെ എല്ലാ ദുഷിച്ച ചിന്തകളെയും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന എല്ലാ കാത്തലിക് ലീഡേഴ്സിനെയും നോർത്തേൺ ഇറ്റലിയിലേക്ക് വിളിച്ചു വരുന്നു. അവിടെ വെച്ച് ഒരു മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് ദ കൗൺസിൽ ഓഫ് ട്രെന്റ് എന്ന് വിളിക്കുന്നത്. കൗൺസിൽ ഓഫ് ട്രെന്റ് എന്നറിയപ്പെടും. സുനഹദോസ് എന്നും പറയും. ഓക്കെ, ഇനി എന്തായിരുന്നു ഇതിന്റെ ലക്ഷ്യം? ഈ ഒരു കൗൺസിൽ ഓഫ് ട്രെന്റിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ഒന്നാമത് പറയുന്നത് എന്താണ്? കറക്റ്റ് ഇറേഴ്സ് ആൻഡ് ബാഡ് പ്രാക്ടീസ് ഇൻ ചർച്ച്. ഓക്കെ, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ഇറേഴ്സ്, തെറ്റുകളും അതുപോലെ വേണ്ടാത്ത പ്രവൃത്തികളും ഒക്കെ നിർത്തലാക്കുക. ഓക്കെ, ഇത് കൂടാതെ രണ്ടാമത് പറയുന്നത് ഇംപ്ലിമെന്റ് റിഫോംസ്. ഓക്കെ, പരിഷ്കാര പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട ഡിസിഷൻസ്. ഒന്നാമത്തെ ഡിസിഷൻ, ദ സെയിൽ ഓഫ് ഇന്റലിജൻസ് വാസ് ബാൻഡ്. ഓക്കെ, അതായത് പാപവിമോചന പത്രം വേണ്ട. അതായത് ആ ഒരു പാപവിമോചന പത്രം കൊണ്ട് അല്ലെങ്കിൽ ഇന്റലിജൻസ് കൊണ്ടിട്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ലാഭമല്ല, എങ്കിലും സംഭവിക്കുന്ന എന്താണ്? ഒരുപാട് പേര് പള്ളിയിൽ നിന്ന് പിരിഞ്ഞുപോയി. ഓക്കെ, അത് ഉണ്ടാവാതിരിക്കാൻ ദ സെയിൽ ഓഫ് ഇന്റലിജൻസ് വാസ് ബാൻഡ്. അടുത്ത് പബ്ലിഷ് ദ ഇൻഡെക്സ് എന്നറിയപ്പെടുന്ന ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അവിടെ പറയുന്നത് എങ്ങനെയാണ്? കാത്തലിക് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ ഇൻഡെക്സിൽ പറയുന്ന ബുക്കുകളൊന്നും തന്നെ വായിക്കാൻ പാടില്ല എന്നൊരു നിയമം ഇറക്കുന്നു. ഓക്കെ, ഇനി ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ വാസ് ബ്രോട്ട് ബാക്ക് ടു പണിഷ് ദ ഹെറിറ്റിക്സ്. ഓക്കെ, ഹെറിറ്റിക്സിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ കൊണ്ടുവന്നു. അതായത് കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ മിഡീവൽ പീരീഡിൽ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു കോടതിയാണ്. പള്ളിയുടെ അകത്ത് നിന്നുള്ള അച്ഛന്മാരുടെ കോടതിയാണ് കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. അതായത് പള്ളിക്ക് അകത്ത് നിന്നുകൊണ്ട് പള്ളിയെ എതിർക്കുന്ന ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ കാത്തലിക് ചർച്ച് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കുറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി പള്ളി തന്നെ നിയമിച്ചിരിക്കുന്ന കോടതിയാണ് ദ കോർട്ട് ഓഫ് ഇൻക്വിസിഷൻ എന്ന് പറയുന്നത്. ആ ഒരു കോർട്ട് മിഡിൽ പീരീഡിൽ ഉണ്ടായിരുന്നു, പക്ഷെ പിന്നീട് തകർന്നുപോയി. ആ ഒരു കോർട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിക്കുന്നു. ഇവിടെ ഹെററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്ത ആളുകളെയാണ് ഹെററ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഒരു പഴയ പ്രൗഢി ഈ കാത്തലിക് ചർച്ചിന് തിരിച്ചു കിട്ടണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് പല ആളുകളും പല ശ്രമങ്ങളും നടത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രമത്തെ പറ്റിയാണ് പറയുന്നത്. അതായത് കാത്തലിക് ചർച്ചിന് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ബിലീഫ് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് ദ സൊസൈറ്റി ഓഫ് ദ ജീസസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ദ ജെസ്യൂട്ട് മിഷണറി എന്നറിയപ്പെടുന്ന മൂവ്മെന്റ്. ഓക്കെ, ഈ പറഞ്ഞ ദ സൊസൈറ്റി ഓഫ് ദ ജീസസ് സ്റ്റാർട്ട് ചെയ്ത ആളിന്റെ പേര്, അതേ ഒരു സ്പാനിഷ് പ്രീസ്റ്റ് ആണ്. അതിന്റെ പേരാണ് ഫാദർ ഇഗ്നീഷ്യസ് ലയോള. ഓക്കെ, ഫാദർ ഇഗ്നീഷ്യസ് ലയോളയാണ് സ്റ്റാർട്ട് ചെയ്തത്? സൊസൈറ്റി ഓഫ് ദ ജീസസ് എന്ന ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന മെമ്പേഴ്സിന് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതായത് all the members should follow strict discipline and obedience. ഓക്കെ, വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കണം. അനുസരണം, വളരെ നല്ല അനുസരണം ഉണ്ടാവണം. ഈ രണ്ട് കാര്യങ്ങൾ ആർക്കുണ്ടാവണം? ഈ മിഷണറിയിലുള്ള ഈ പറയുന്ന സൊസൈറ്റി ഓഫ് ജീസസിലുള്ള ആളുകൾക്ക് ഉണ്ടാവണം. ഇനി ഇവരുടെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ സ്പ്രെഡ് കാത്തലിക് ടീച്ചിങ്സ് ത്രൂ മിഷണറി വർക്ക്. മിഷണറി വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മതം പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ കത്തോലിക്ക സഭയുടെ ടീച്ചിങ്സ്, അവരുടെ ഐഡിയാസ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഓക്കെ, ദേ സ്റ്റാർട്ടഡ് സ്കൂൾസ് ആൻഡ് കോളേജസ് ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ. ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ജനങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി? ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളും കോളേജുകളും മറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കുന്ന അച്ഛന്മാർ തന്നെയാണ് അവരെന്ത് ചെയ്യുന്നു? കാത്തലിക്സിന്റെ നല്ല ഭാഗങ്ങൾ, നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുവഴി കൂടുതൽ ആളുകൾ എന്തിലേക്ക് എത്തട്ടെ? ഈ പറയുന്ന പള്ളിയിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ കാത്തലിക് ചർച്ചിലേക്ക് എത്തട്ടെ എന്നൊരു ചിന്തയിലൂടെ ആളുകൾ തുടങ്ങിയത് ഈ പറയുന്ന ലയോള തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് നമ്മുടെ സൊസൈറ്റി ഓഫ് ജീസസ് എന്നറിയപ്പെടുന്ന മൂവ്മെന്റ്. ഇനി കൗണ്ടർ റിഫോർമേഷൻ വളരെ സ്ട്രോങ് ആയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഓക്കെ, ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ നടന്നതുകൊണ്ട് പള്ളി നന്നാവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്തു. അവർ പ്രധാനമായിട്ട് അച്ചീവ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ്ഡ് മെനി റോങ് പ്രാക്ടീസ് ഫ്രം ചർച്ച്. നേരത്തെ പറഞ്ഞ സെയിൽ ഓഫ് ഇന്റലിജൻസ് പോലെ ഉണ്ടായിരുന്ന വേണ്ടാത്ത ഒരുപാട് പ്രാക്ടീസ് ചർച്ച് വേണ്ട എന്ന് വെച്ചു. അവർ കളഞ്ഞു. ഓക്കെ, അടുത്ത ഹെൽപ്പ് റിസ്റ്റോർ ദ ഇമേജ് ആൻഡ് അതോറിറ്റി ഓഫ് ദ കാത്തലിക് ചർച്ച്. അതായത് കൗണ്ടർ റിഫോർമേഷനിലൂടെ നഷ്ടപ്പെട്ടു പോയ ആ ഒരു ഇമേജും അതോറിറ്റിയും കാത്തലിക് ചർച്ച് തിരിച്ചു പിടിച്ചു. അടുത്ത സ്ട്രെങ്തൻ ദ ചർച്ചസ് ഇൻഫ്ലുവൻസ് ഇൻ മെനി പാർട്ട് ഓഫ് ദ വേൾഡ്. ഓക്കെ, അതായത് യൂറോപ്പിന്റെ പല ഭാഗത്തും ചർച്ചിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സ്ട്രെങ്ത് ചർച്ച് തിരിച്ചു പിടിച്ചു. അതായത് ഈ പറഞ്ഞ റിഫോർമേഷൻ മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കാത്തലിക് മതത്തിന്റെ അകത്ത്, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. അതും വിജയിച്ചു. രണ്ടാമതൊന്ന് കൗണ്ടർ റിഫോർമേഷനും വിജയിച്ചു. കൗണ്ടർ റിഫോർമേഷന്റെ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ഫോളോവേഴ്സ് പിന്നെയും തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുവഴി ഈ പറഞ്ഞ മതത്തെ മൊത്തവും നവീകരിക്കാൻ ആർക്ക് പറ്റി? ഈ പറഞ്ഞ കാത്തലിക് സഭയ്ക്ക് പറ്റി.
അതായത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ അതുവരെ ഉണ്ടായിരുന്ന അതുപോലെ അല്ലെങ്കിൽ ഒരു കാലഘട്ടം വരെ മിഡിൽ പീരീഡിൽ മൊത്തവും ദൈവത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സമയത്ത് നിന്ന് മാറ്റങ്ങൾ ഉണ്ടായതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത് മൊത്തം. ഓക്കെ, അതായത് ആ ഒരു സമയത്ത് നിന്ന് മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയതിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് സയൻസിലുണ്ടായ മാറ്റത്തെ പറ്റിയൊക്കെയാണ്. അതായത് അതുവരെ ചിന്തിക്കാൻ പോലും ആർക്കും അവസരം ഇല്ലായിരുന്ന അവസ്ഥയിൽ നിന്നിട്ട് മനുഷ്യന്മാർക്ക് എന്ത് ചെയ്യാൻ ഫ്രീഡം ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കിട്ടിയത് റിനൈസൻസിന് ശേഷമാണ്. ഇനി പള്ളിയെ തന്നെ അല്ലെങ്കിൽ അതുവരെ എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന പള്ളിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഒരു മൂവ്മെന്റ്, റിഫോർമേഷൻ മൂവ്മെന്റ് ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.